റോഷിപാലിലേക്ക് പോകുന്നു. ആ റോഷിപാൽ ഇപ്പോൾ CPM ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കുന്നുണ്ടോ? സർക്കാരിന്റെ നിലപാടും അറിയേണ്ടതുണ്ട്. രാജിവെക്കില്ല എന്ന് ഏതായാലും മന്ത്രി പറഞ്ഞിരിക്കുന്നു. അന്വേഷണമാണല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു തവണ മാറി നിന്നതാണ്. അപ്പോൾ ഇനി അന്വേഷണവുമായി സഹകരിക്കും, ഏത് അന്വേഷണവുമായി സഹകരിക്കുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ബാക്കി വേണ്ടി വന്നാൽ നിയമപരമായ നീക്കവും. അതുതന്നെയാണോ CPM നിലപാടും? സ്മൃതി, അന്ന് നമുക്കറിയാം ഈ മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗവുമായി ബന്ധപ്പെട്ട് അന്ന് നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമായിരുന്നു. അന്ന് വലിയ രീതിയിൽ അത് പ്രതിപക്ഷം ആയുധമാക്കി വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയതിന് പിന്നാലെയാണ് മന്ത്രി സജി ചെറിയാൻ അന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ചത്. പക്ഷേ തിരക്കിട്ട് പോലീസിന്റെ അന്വേഷണം പൂർത്തിയാക്കി സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കി റിപ്പോർട്ട് സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ മന്ത്രിയെ സംരക്ഷിച്ച പാർട്ടി മന്ത്രിയെ തിരിച്ച് മന്ത്രിസഭയിലേക്ക് സജി ചെറിയാനെ തിരിച്ച് മന്ത്രിസഭയിലേക്ക് തന്നെ കൊണ്ടുവന്നതാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു നിയമപരിശോധന, ഈ കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് നിയമപരിശോധനയൊക്കെ നടത്തിയതിന് ശേഷം പരമാവധി മന്ത്രിയെ സംരക്ഷിക്കാനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിക്ക് തുടരാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ധാർമ്മിക വിഷയത്തിനപ്പുറത്തേക്ക് നിയമ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പാർട്ടി പരിശോധിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും പാർട്ടി ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് നേരത്തെയും സ്വീകരിച്ചതാണ്. ഈ കാര്യത്തിൽ സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചിട്ടില്ല എന്ന നിലപാട്, അത് സജി ചെറിയാന്റെ വാദമാണ്. അതേ വാദത്തിൽ തന്നെയാണ് പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ അന്തിമ റിപ്പോർട്ടാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ അന്തിമ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഫെയറായ അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. അത് തീർച്ചയായും സർക്കാരിന് തിരിച്ചടിയാണ്. സർക്കാർ സംവിധാനങ്ങൾ മന്ത്രിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിലും വിലയിരുത്താം. സ്മൃതി, ഈ കാര്യത്തിൽ പറഞ്ഞു വരുന്നത് പാർട്ടി എത്രത്തോളം സജി ചെറിയാന് സംരക്ഷണം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അതിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ധാർമ്മികത അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ വിമർശനവുമെന്നല്ല പാർട്ടി പരിശോധിക്കുന്നത്. പാർട്ടി ഇപ്പോൾ സമ്മേളന കാലയളവാണ്. പ്രത്യേകിച്ച് ജില്ലാ സമ്മേളനം കടക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് സജി ചെറിയാനെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാകുന്ന തിരിച്ചടി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പാർട്ടി പരിശോധിക്കുക. പാർട്ടി എത്രത്തോളം സംരക്ഷണം സജി ചെറിയാന് നൽകുന്നു എന്നത്. അതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിൻ്റെ വിമർശനം ഒന്നുമല്ല. അങ്ങനെയെങ്കിൽ ഇങ്ങനെ തിരക്കിട്ട ഒരു അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുക, അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടത് അത് ഭാഗികമാണെന്ന് കോടതി തന്നെ ചൂണ്ടിക്കാട്ടുന്നു. കാരണം ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കാതെ അതിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയില്ല. പ്രത്യേകിച്ച് ദൃശ്യങ്ങൾ ശേഖരിച്ച് അതിൻ്റെ ശാസ്ത്രീയ പരിശോധന, ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് ഉൾപ്പെടെ ശേഖരിക്കാതെ, കൂടുതൽ ആളുകളുടെ മൊഴി ശേഖരിക്കാതെ, ഈ വേദിയിൽ പങ്കെടുത്ത സജി ചെറിയാനൊപ്പം വേദിയിലുണ്ടായിരുന്ന ആളുകളുടെ മാത്രം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നതല്ലാതെ ഒരു സ്വതന്ത്രമായ അന്വേഷണം അവിടെ നടന്നിട്ടില്ലെന്ന് കോടതി പറയുമ്പോൾ കൃത്യമായി സജി ചെറിയാനെ സംരക്ഷിച്ച് സജി ചെറിയാന് മന്ത്രിസഭയിലേക്ക് തിരിച്ചു വരാനുള്ള വഴിയൊരുക്കൽ മാത്രമായിരുന്നു അന്നത്തെ അന്വേഷണം കൊണ്ട് ഉദ്ദേശിച്ചത്. അന്ന് പ്രതിപക്ഷം ആ വിഷയത്തിൽ കൃത്യമായ വിമർശനം അന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വലിയ വിയോജിപ്പ് പ്രതിപക്ഷം പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലെ ഏറ്റവും പ്രധാനം, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ വലിയ വിഭാഗീയതയ്ക്കിടയിൽ പാർട്ടിക്ക് പ്രത്യേകിച്ച് ഔദ്യോഗിക വിഭാഗത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾക്കിടയിൽ പാർട്ടിയെ അവിടെ കെട്ടിപ്പടുക്കാൻ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ തന്നെയാണ് പാർട്ടി ഈ സജി ചെറിയാന് സംരക്ഷണം ഒരുക്കുന്നതും. അതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് സംരക്ഷണം ഒരുക്കുന്നതല്ലാതെ കൈയൊഴിയാനുള്ള സാധ്യത കുറവാണ്. എങ്ങനെയാണ് ഇനിയിപ്പോൾ അന്വേഷിക്കേണ്ടതും സർക്കാരിന് കീഴിൽ തന്നെയുള്ള അന്വേഷണ സംഘം തന്നെയാണ്. ക്രൈംബ്രാഞ്ച് ആണെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ അത് എത്രത്തോളം അന്വേഷണം പോകും, കോടതി നടപടികൾ പൂർത്തിയാകുന്നതുവരെ ഹർജി നൽകിയ അഡ്വക്കേറ്റ് നോയൽ പറയുന്നത് ഇത് CBI അന്വേഷിച്ചാലേ കാര്യമുള്ളൂ എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട അന്വേഷണ സംവിധാനങ്ങളെ അവിശ്വസിക്കുന്നു എന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് നോയൽ പറഞ്ഞിരിക്കുന്നത്. ശ്യാം, ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് എത്രത്തോളം ഏറ്റവും മന്ത്രിക്ക് തിരിച്ചടിയാകുന്നതാണ്? കാരണം ഒരു അന്വേഷണത്തിലേക്ക് കടക്കണമെന്ന് പറയുന്നു. നിലവിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് ഇതെല്ലാം തന്നെ കോടതി തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്.